ഡാനി സത്യ എടാ ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്. ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്ക് പോകാൻ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ആയിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് രേണുസുതി തന്നെയാണ് വിഷയം. രേണുസുതിയുടെ വീഡിയോസ്, അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ആണെങ്കിലും മറ്റേ വീഡിയോ ആണെങ്കിലും എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന രണ്ട് പേരാണ്. ഒന്ന് ഡാനി ചേട്ടൻ, ഒന്ന് അതുലേട്ടൻ. ഇവർക്കെതിരെ രേണുസുതി ഇപ്പോൾ വന്നിട്ടുണ്ട്. സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ് അല്ലല്ലോ. എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? നിങ്ങളാണ് ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളെക്കാളും വൃത്തികെട്ട രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ പുറത്തൊന്ന് കാണിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് പോയിട്ട് വേറൊന്ന് കാണിക്കുന്നില്ല. അവരകത്താണേലും പുറത്താണേലും സെയിം രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ പുറത്ത് ഞാൻ നല്ലവളാണ്, വിധവയായ സ്ത്രീയാണ്, രണ്ട് പിള്ളേരെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് തെണ്ടിത്തരം കാണിക്കുന്നതിനെയാണ് വിമർശിക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ, എങ്ങനെങ്കിലും കുറച്ച് റീച്ചിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, അതിനെയും കൂടെയാണ് വിമർശിക്കുന്നത്. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയതുണ്ടല്ലോ. നീ പൂട്ടിക്കാൻ നടക്കുമോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പൂട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല അമ്മച്ചി. നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അവരത് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് വെല്ലുവിളിക്കില്ലേ? ചിലപ്പം നിങ്ങളുടെ ഈ അഹങ്കാരം കണ്ടിട്ടേ അവർക്ക് ആ തള്ള അങ്ങ് പൂട്ടിയേക്കാന്ന് പറഞ്ഞാൽ അവരങ്ങ് പൂട്ടിച്ചെന്നിരിക്കും. പിന്നെ ആൾക്കാരത് ചെയ്യാത്തത്, നിങ്ങൾ ഒരു ലൈഫ് ടൈം കോണ്ടൻ്റാണ്. നിങ്ങൾ എന്തൊക്കെയാണേലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോണ്ടൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ തരും. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ആരും മുതിരാത്തേ, അല്ലെങ്കിൽ എപ്പോഴേ കാര്യത്തിൽ തീരുമാനമായനെ. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ഈ മാനത്തിനെ കുറിച്ചും മര്യാദയെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കല്ലേ? അതിന് നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും നിങ്ങളുടെ മാനവും മര്യാദ എത്രമാത്രം ഉണ്ടെന്നുള്ളത്, കേട്ടോ? വിറ്റ് തിന്ന് ജീവിക്കുവല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കറിയാവുന്ന ജോലിയാണ് സബ്സ്ക്രിപ്ഷൻ. അതായത് അവിടെ എവിടെയും കാണിച്ച് പൈസ ഉണ്ടാക്കുക. നിങ്ങളുടെ വായിൽ തന്നെ സത്യം പുറത്ത് വന്നു. നിങ്ങൾക്ക് എന്ത് മാന്യവും മര്യാദയുണ്ടെന്ന് ഒന്ന് ആലോചിക്കണം, കേട്ടോ? സ്വയം ഒന്ന് ആലോചിക്കുക. എനിക്ക് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ടോ, ഈ മാനവും മര്യാദയും ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നീ പറയണ നാണവും മാനവും കെട്ടാതുല്ലേ? നിനക്ക് നാണം ഉണ്ടോടെ? എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കണം. നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? ഈ പറയുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ പറയുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടായിരുന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ കുഴിമാടം തോണ്ടിയിട്ട് നിങ്ങൾ പോയി DNA ടെസ്റ്റ് എടുത്തോ എന്ന് നിങ്ങൾ പറയത്തില്ല. ആ മനുഷ്യനെ വിറ്റ് ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് നാണവും മാനവും മര്യാദയുണ്ട്? എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് വന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണം ഉണ്ടോയെന്ന്. ഈ പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വന്ന് പറയല്ല, അവർ ജീവിച്ചോട്ടെ എന്ന്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അവർക്ക് പ്രൊമോഷനാണെന്ന് അവരാണ് പറയുന്നത്, അല്ലാണ്ട് ഞങ്ങളല്ല. നാണം കൊണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയി. പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയത് നമ്മൾ മറന്നിട്ടില്ല. അതുലേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കയറിയ പോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകിയത് ആരാണെന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. അതിലല്ല അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകിയത്, നിങ്ങളാണ് അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകിയത്. അതിൻ്റെ വീഡിയോ എപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, കരഞ്ഞു മെഴുകിക്കൊണ്ട് ഇറങ്ങി വന്നത്, കേട്ടോ? കേട്ടോ ഡാനി? പിന്നെ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്?
ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി എന്ത് പേടി? എന്തിനു പേടിക്കണം? നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ള സമയത്ത് ന്യായമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. അതിനാർക്കും പേടിയും കോപ്പും മണ്ണാങ്കട്ടയൊന്നും ഇല്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ആ സാധനം ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്. മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല. അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേ നിന്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് അയ്യോ, അനാവശ്യ വാക്ക് വിളിക്കാറേ ഇല്ല. ഇവരുടെ കമന്റ് ബോക്സിൽ ഇവർ കൊടുക്കുന്ന റിപ്ലൈസ് ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും ഇവർ അനാവശ്യമായിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വേറെ ആർക്കെങ്കിലും വിളിക്കാണ്ടെങ്കിൽ അവർക്കും വിളിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ വിളിക്കാറുണ്ട്. ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും. അത് ആ ഒരു ഇതാണ്. എന്നും കരുതിയിട്ട് ആദ്യം തന്തയ്ക്ക് വിളിച്ചിട്ട് അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞ് മാറ്റി പറയുന്ന പരിപാടിയൊന്നും ഞാൻ പറയാറില്ല. അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അത് നിനക്ക് നിർത്താറായിട്ടില്ല. നിങ്ങൾ എന്ന് നിർത്തുന്നു അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും നിർത്തും. നിങ്ങൾ ആദ്യം നിർത്തി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാർ വീട് ചെയ്യത്തില്ലല്ലോ. ഇത് നിങ്ങളോട്ട് നന്നാവത്തും ഇല്ല. ബാക്കിയുള്ള ആൾക്കാർ നന്നാവുകയും വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയാണ്. അത് പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് യോഗ്യത എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് കൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. ഈ മെറ്റ സബ്സ്ക്രിപ്ഷൻ തന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് കയറി അപരാധം കാണിക്കണം എന്നാണെന്ന് മെറ്റ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് തുണി അഴിച്ച് കാണിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം അമ്മച്ചി. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തിട്ട് ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ്. കുറേ കാലമായല്ലോ അവസാന വാണിംഗ് എന്ന് പറയുന്നത്. ഇത് എത്രാമത്തെ അവസാനത്തെ വാണിങ്ങാ? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കുമ്പോ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ആയിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ. ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്ക് കെട്ടിയവനില്ലല്ലോ, മരിച്ചു. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ. ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുനൊക്കെ എടുത്തിട്ട് ഇറക്കിയിട്ട് അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടെ എങ്ങനെ? അവിടെ വിധവ കാർഡ് ഇറക്കി ഉളുപ്പില്ലാത്ത ജന്തു. പിന്നെ ഈ ഡാനി സത്യനും അതുലേട്ടനും കൂടെ നിനക്ക് ചെലവിന് തരാൻ വേണ്ടിയിട്ട് അവരെന്താ നിന്റെ ഭർത്താക്കന്മാരോ അതോ നിന്റെ ആങ്ങളമാരോ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരിലോ ആരെങ്കിലും ആണോ? ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് ഞാൻ വീട്ടിലിരിക്കുക, നീ നിന്റെ കൂട്ടുകാരനും കൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കൊച്ചിനും കൂടെ ചെലവിന് തന്നേന്നു. ഉളുപ്പില്ലാത്ത സ്ത്രീ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ ഒരു ഉളുപ്പില്ലാതെ പോയിട്ട് നാട്ടുകാരുടെ അടുത്ത് ഇങ്ങ് തന്നേര് ഞാൻ ജീവിച്ചോളാന്ന് പറയാൻ ഉളുപ്പുണ്ടോ? കുറച്ചെങ്കിലും വല്ല തൊഴിലുറപ്പിനും പോയി ജീവിക്കുക. തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു തൊഴിലുറപ്പിന് പോകാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ലാന്ന്. തുണി അഴിക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ട്, തൊഴിലുറപ്പിന് പോകാനുള്ള ആരോഗ്യം അവർക്കില്ല. കൊള്ളാം. ഇവിടെ ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ വരെ തൊഴിലുറപ്പിന് പോകുന്നു. അടുത്താണ് ഒരു കുഴപ്പമില്ലാതെ സ്ത്രീ കിടന്നിട്ട് എനിക്ക് തൊഴിലുറപ്പിന് പോകാനുള്ള ആരോഗ്യം ഇല്ല എന്ന് പറയുന്നത്. കഷ്ടം. അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചുമ്മാ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. ശരി എന്നാ.